വരുന്ന ഒരു സമയത്ത്, ഇവൾക്ക് ബോധമുറക്കുന്ന ഒരു സമയത്ത് എന്റെ ഉമ്മ, എന്റെ ഉപ്പ എന്ന് മാന്യമല്ലാത്ത സ്വരത്തിൽ സംസാരിക്കുന്ന ഗതികേടുണ്ടാവും ഈ ദുനിയാവിൽ. ആഖിറത്തിൻ്റെത് ബാക്കിയും ചിന്തിച്ചോളൂ. ഇത് ഞങ്ങളോട് പറയേണ്ടതല്ലല്ലോ എന്നാണ് എനിക്കറിയാം. ഈ ഇരിക്കുന്നവരിൽ മിക്കവരും, എനിക്കെല്ലാവരെയും അറിയില്ല, പക്ഷെ ഞാൻ ഖത്തറിലാണ് താമസിക്കുന്നത് കുറേ കാലങ്ങളായി. നിങ്ങളെപ്പോലെ ഒരല്പമൊക്കെ ഇങ്ങനെ പൊതു കാര്യങ്ങളുമായി ബന്ധപ്പെടാറുണ്ട്. പല രക്ഷകർത്താക്കളും അവരുടെ ജീവിതത്തിലെ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ പങ്കുവെക്കാറുണ്ട്. അറിയാം, കുറേ കുട്ടികളും പങ്കുവെക്കാറുണ്ട് പലപ്പോഴും പല കാര്യങ്ങളും, പല വിഷയങ്ങളും. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഈ ക്ലാസ് അവസാനിച്ചു പോകുന്നത് ഇതൊരു അവസാനത്തെ വാക്കായിട്ടല്ല, ഇതൊരു തുടക്കമാണ്. ഇതൊരു തുടക്കം. CISന്റെ കയ്യിൽ, MGMന്റെ കയ്യിൽ, ഇസ്ലാഹി സെന്ററിന്റെ പക്കൽ ഈ മക്കളുടെ നല്ല ഭാവിക്കുതകുന്ന ഒരുപാട് പദ്ധതികളും പരിപാടികളും ഉണ്ട്. ഞങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ വെക്കാനുള്ള ഒരു കാര്യമേ ഉള്ളൂ. നിങ്ങളെ മക്കളെ ഞങ്ങളെ ഏൽപ്പിച്ചു തരിക. എല്ലാം ഏൽക്കുന്നു, നിങ്ങൾക്ക് പൂർണ്ണമായി ഉത്തരവാദിത്തം ഒഴിയാമെന്ന അർത്ഥത്തിനല്ല. ഞങ്ങൾക്ക് ഇവരെ ഏത് വഴിക്ക് കൊണ്ടുപോകണമെന്നതിന് വ്യക്തമായ രൂപരേഖകളുണ്ട്. അത് MGMന്റെ പക്കലുണ്ട്, ഇസ്ലാഹി സെന്ററിന്റെ പക്കലുണ്ട്, CISന്റെ പക്കലുണ്ട്, ഞങ്ങളുടെ യോജന വിഭാഗമായ ഫോക്കസിന്റെ പക്കലുമുണ്ട്. ആ കുട്ടികൾ നിങ്ങൾക്ക് ഉപകരിക്കും വിധം, ഈ സമുദായത്തിന് ഉപകരിക്കും വിധം ഞങ്ങൾ ഒരിക്കലും ഈ മക്കളെ നിങ്ങളുടെ മക്കളായി കണക്കാക്കില്ല. ഞങ്ങളുടെ മക്കൾ എന്ന ഭാവത്തിലേക്ക് പെരുമാറും. ഇതാണ്. ഒരു വാക്കുകൂടി ഞാൻ പറഞ്ഞോട്ടെ ഇവിടെ. നിങ്ങൾക്ക് ഈ മക്കളെ തൃപ്തിപ്പെടുത്തി നിങ്ങൾക്ക് പറ്റുന്നവരാക്കി മാറ്റണമല്ലേ ഈ കുട്ടികളെ? എങ്ങനെയാണ് നിങ്ങൾ ഈ കുട്ടികളെ തൃപ്തി ആഗ്രഹിക്കുന്നത്, തേടുന്നത്? ഈ കുട്ടികൾക്ക് പണം കൊടുത്തിട്ടാ? മോൻ ഇഷ്ടമാണ്, ഉപ്പാനക്ക് ഇഷ്ടമാവണം, മോൻക്ക് ഉപ്പാനോട് ഇഷ്ടമാവണം, ഉമ്മാനോട് ഇഷ്ടമാവണം, അതിന് ചോദിക്കുന്ന മാതിരി പൈസ കൊടുക്കാന്ന് വിചാരിക്കുക. പൈസ മുടങ്ങുമ്പോൾ കുട്ടിയുടെ സ്വഭാവം മാറും. അവന്റെ എല്ലാ ഇഷ്ടത്തിനും ആടിക്കൊടുക്കുക, അവരുടെ എല്ലാ ഇഷ്ടത്തിനും നിന്ന് കൊടുക്കുക. കുഴപ്പമില്ല, ഇഷ്ടത്തിന് നിൽക്കാത്തൊരു സമയം ഉണ്ടാവുമല്ലോ, അന്നേരം എല്ലാം സ്വഭാവം മാറും. എന്ന് വെച്ചാൽ ഈ മക്കളെ നിങ്ങൾക്ക് ഉപകരിക്കും വിധത്തിലാക്കി മാറ്റാൻ നിങ്ങളെ പക്കൽ ആകെയുള്ള ഒരൊറ്റ മാർഗമേ ഉള്ളൂ. അതെന്താണെന്നറിയോ? ഈ മക്കളെ പടച്ചവനെ ഭയപ്പെടുന്ന, അള്ളാന്റെ കൽപ്പനകൾ ബഹുമാനിക്കുന്ന, ഇസ്ലാമിക അധ്യാപനങ്ങളെ സ്വീകരിക്കുന്നവരാക്കി മാറ്റിയെടുക്കുക എന്നുള്ളത് മാത്രമാണ് ഈ മക്കളെ നിങ്ങൾക്ക് നഷ്ടപ്പെടാതിരിക്കാനുള്ള വഴി. ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുന്നു. എൻ്റെ രക്ഷകർത്താക്കളോട്, ഉമ്മമാരോട്. ചില കുട്ടികൾ പറയാറുണ്ട്, ഇതിന് വിചാരിക്കും ഇയാൾക്ക് തന്നെയാണ് പണി, കുട്ടികളോടൊക്കെ വീട്ടിലെ കാര്യങ്ങൾ ചോദിക്കലാണെന്ന്. അയ്യേ, ഒരിക്കലും ആ ജാതി ഒരു അബദ്ധം ചെയ്യില്ല. ഈ കുട്ടികളോട് ചോദിച്ചു നോക്ക്, എന്താണ് അമ്മാൻ്റെ സ്വഭാവം, ഉപ്പാൻ്റെ സ്വഭാവം എന്ന് ഞങ്ങളാരും ചോദിക്കില്ല. ചിലപ്പോൾ ഞങ്ങളിങ്ങനെ ക്ലാസ്സിലൊക്കെ ചോദിക്കും, എടാ ഒന്ന് സുബഹി നിസ്കരിച്ചോ? ഇല്ല. ഒരു ക്ലാസ്സിൽ ആരും നിസ്കരിച്ചില്ല. എന്തേന്ന് സുബഹി നിസ്കരിക്കാന്ന്? പെരയിൽ ആരും എഴുന്നേറ്റില്ല. പിന്നെപ്പൊന്നും ചെയ്യാൻ വരും. അത് ഞങ്ങൾ അറിഞ്ഞു പോയതാ. ഒരു ഉദാഹരണം പറഞ്ഞതാ. അങ്ങനെയൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഒരു പഴയ കുട്ടി എന്ന് പറഞ്ഞാൽ പഴയ കാലത്തെ കുട്ടിയെ, അല്ലാതെ കേടുവന്ന് പഴയതായതല്ല എന്നർത്ഥം. ആ കുട്ടി അല്പം മന്ദബുദ്ധിയൊക്കെയുള്ള കുട്ടിയാണ്. ആ കുട്ടി പറയും, ഉസ്താദ് നിങ്ങളറിയോ, വീട്ടിലത്തെ എല്ലാ പണിയും എന്നെ കൊണ്ടാ ചെയ്യിക്കല്. എന്നാ എനിക്കൊരു നല്ല ഡ്രസ്സും വാങ്ങി തരൂല, ഇന്നെ പുറത്തേക്കും കൊണ്ടുപോകില്ല, ഒരു സ്ഥലത്തേക്കും കൊണ്ടുപോകില്ല. എന്താ ഞാൻ ചെയ്യുക ഉസ്താദേ? മനസ്സെന്ന് മായാതെ കിടക്കുന്ന ചില തേങ്ങലുകളാണതൊക്കെ. എനിക്കവിടെ ചെയ്യാനായിരുന്നത് ആ കുട്ടിയുടെ രക്ഷകർത്താക്കളെ വിളിച്ചിട്ട് അല്പം കൂടി ആ കുട്ടിയോട്, ഒരു കുട്ടി കണ്ണ് കാണാത്തവനായത് ആ കുട്ടിയുടെ തകരാറാണ്. ഒരു കുട്ടിക്ക് പോളിയോ വന്നത് ആ കുട്ടിയുടെ തകരാറാണ്. ഒരു കുട്ടിക്ക് സംസാരശേഷി ഇല്ലാതെയായി പോയത് ആ കുട്ടിയുടെ തകരാറാണ്. എന്തിനായി കുട്ടികളോട് വിവേചനം? ഇവൾക്ക് കണ്ണ് കാണില്ല, ഇവന് സംസാരശേഷിയില്ല, ഇവൻ അല്പം മന്ദബുദ്ധിയാണ്. ആ കുട്ടിയെ എല്ലായിടത്തും കൂട്ടിക്കൊണ്ടുപോകണം, എല്ലായിടത്തും. എനിക്ക് അങ്ങനത്തെ ഒരു മകനുണ്ടെങ്കിൽ അത് നാലാൾ അറിയുന്നതിന് ഞാൻ എന്തിനാ നാണിക്കുന്നത്? എന്തിനു നാണിക്കണം? ഇവൻ എൻ്റെ ഇക്കാക്കയാണ്, ഇവൾ എൻ്റെ അനിയത്തിയാണെന്ന് പറയാൻ, അംഗവൈകല്യമുള്ള ഒരു കുട്ടിയെപ്പറ്റി ഇവൻ എൻ്റെ സഹോദരനാണ്, സഹോദരിയാണെന്ന് പറയാൻ നമ്മൾ എന്തിനാ നാണിക്കുന്നത്? നമ്മുടെ ഗർഭത്തിൽ പിറന്ന, നമ്മുടെ ഉമ്മാക്ക് പിറന്ന, നമ്മുടെ ഉപ്പാക്ക് പിറന്ന, നമ്മുടെ സ്വന്തം രക്തത്തിൽ പിറന്ന ആ കുഞ്ഞിനെ അന്യനായിട്ടാ കാണുന്നത്. നമ്മൾ വയസ്സായ ആൾക്കാരോട് ഇങ്ങനെ കാണിക്കലുണ്ട്. വല്ലിപ്പാക്ക് ചോറ് നേരത്തെ തരട്ടെ എന്നാ ചോദിക്കാം. വല്ലിപ്പ വീട്ടിലൊരു സദസ്സൊക്കെ സദ്യയൊക്കെ നടക്കുമ്പോഴേ വല്ലിപ്പ അബദ്ധത്തിലെങ്ങാനും വന്നിരിക്കരുത്, നമുക്ക് ബുദ്ധിയുണ്ട്. കാരണം വല്ലിപ്പ എന്താ പറയാ, ചൂടുവെള്ളം കൊണ്ടുവരുമെന്ന് പറയും. അത് കൊണ്ടേ കൊടുക്കുമ്പോൾ ആരാ എന്നോട് ചൂടുവെള്ളം ചോദിച്ച് പച്ചവെള്ളം കൊണ്ടുവരാതെ. പിന്നെ പറയും കയ്യിലെടുക്കുന്നു, കയ്യിലെറ്റിലും പറയും ഞാൻ സ്പൂണല്ലേ ചോദിച്ചത്. നമ്മളൊക്കെ എത്തും വിധിയുണ്ടെങ്കിൽ അവിടെ ബേജാറാവണ്ട. അപ്പൊ ഇതൊരു സദസ്സിൽ തിരക്കുന്നതല്ലല്ലോ. പിന്നെ വല്ലിപ്പ പറയാൻ പാടില്ലാത്തൊക്കെ പറയും.
ചിലപ്പോൾ നമ്മളെ ഒരു മകന്റെ കല്യാണം ആലോചിക്കാൻ വേണ്ടിയിട്ട് ഒരു വിരുന്നുകൂട്ടർ വന്ന് വിചാരിക്കും. അപ്പോഴാവുമ്പോൾ പറയാം, ഈ കുരുത്തം കെട്ടാൻ കുറെ കാലമായി ഗൾഫിൽ പണം പിടിച്ചില്ല. ഇത് വരുന്നവരോട് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഉപ്പാനെ പേടിച്ചിട്ട് നമ്മളെന്താ ചെയ്യാന്ന് പറയും. ഉപ്പാക്ക് നേരത്തെ ചോറ് കൊടുത്തിട്ട് ഉപ്പാനകത്തിരുത്തും. ഉപ്പാക്ക് മനസ്സിലാവതൊക്കെ നമ്മളാണെങ്കിൽ മനസ്സിലാവൂലേ. നമ്മളോട് നമ്മൾ വയസ്സായ ഒരു സമയത്ത് വല്ലിപ്പായപ്പോ നമ്മളെ മക്കൾ ഈ നമ്പർ എടുത്താൽ നമുക്ക് മനസ്സിലാവില്ലേ, എടാ ഇപ്പാക്കാടാ വിളവുത്തിടത്, എനിക്കറിയില്ലടാ എൻ്റെ തട്ടിപ്പൊക്കെ. എന്നാ അവിടെ തന്നേക്ക്. അതിനർത്ഥം അറിയോ, ഉപ്പ അബദ്ധത്തിനെങ്ങാനും അങ്ങോട്ട് വന്നേക്കരുത് എന്നാ. ഖുർആൻ സംസാരിച്ചു ഈ വിഷയങ്ങളൊക്കെ. അതല്ലേ അംഗവൈകല്യമുള്ളവന്റെയും കണ്ണ് കാണാത്തവന്റെയും കൂടി ഒക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കണമെന്ന് ഖുർആനിലായത്ത്. സുബ്ഹാനല്ലാഹ്. കണ്ണ് കാണാത്തവന്റെ കൂടെ ഭക്ഷണം കഴിച്ച ഓൻ വെറുതെ പാത്രത്തിലൊക്കെ കൈയിടൂ, കണ്ണ് കാണാതെ. അതൊന്നൊരു മുഷിപ്പായി കാണരുത്. ഓരങ്ങൾ കൂട്ടത്ത് കൂട്ടണോ അത്. ഇതാ കിതാബ് ഖുർആൻ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, ആ മക്കളോട് ആ ഒരു ബന്ധം, അതായത് പറഞ്ഞ രീതി ഇതാണ്, എൻ്റെ ഉദ്ദേശം ഇതാണ്. മക്കൾക്ക് ഖുർആൻ പഠിക്കാൻ പോകണമെന്നുണ്ട്, പക്ഷെ ബാപ്പ സമ്മതിക്കുന്നില്ല. ബാപ്പ പറഞ്ഞ ആകെ ഉച്ചക്കൊന്ന് ഉറങ്ങണ നേരത്താണ് ഇപ്പം എൻ്റെ ഒരു ഖുർആൻ യാത്ര. ആ ഖുർആൻ യാത്ര ഇപ്പം വേണ്ട. അല്ലെങ്കിൽ ഉപ്പാക്ക് കുഞ്ഞിനെ പറഞ്ഞേക്കണമുണ്ട് ഈ കാര്യങ്ങൾക്കൊക്കെ. ഉമ്മ പറഞ്ഞ് ഉണ്ടാതൊക്കെ ഇതൊന്നും മതി, ഇതൊക്കെ മതി. അല്ലെങ്കിൽ ചിലപ്പോൾ മകനാണ് താല്പര്യമില്ലാത്തത്, മകൾക്കാണ് താല്പര്യം. ഈ പരസ്പരമുള്ള ഈ മത്സരമില്ലേ, ഇതണ്ട് അവസാനിപ്പിക്കുക. നിങ്ങളും ഉപ്പയും ഉമ്മയും കൂടി ഇരിക്കുന്ന ഒരു സദസ്സിൽ നിങ്ങളൊരു തീരുമാനം എടുക്കുക. ഞങ്ങൾക്ക് പഠിക്കണം, എൻ്റെ മകൻ പഠിക്കണം, എൻ്റെ മകൻ എനിക്കും അവനും ഉപകാരപ്പെടും വിധത്തിലായി തീരണമെന്ന്. ഞാൻ അവിടെ അവസാനിപ്പിക്കട്ടെ. എൻ്റെ വാക്ക് ഞാൻ അടിവരയിരുന്നൊരു വാക്കിതാണ്. ഏതെങ്കിലും രക്ഷകർത്താക്കളുടെ മനസ്സുകളിൽ, വാക്കുകളിൽ, പെരുമാറ്റങ്ങളിൽ നിസ്സംഗത എന്നൊരു സ്വഭാവമുണ്ടെങ്കിൽ, കണ്ടില്ലെന്ന് നടിക്കുന്നൊരു സ്വഭാവമുണ്ടെങ്കിൽ, കേട്ടതിന് പ്രതികരിക്കാത്തൊരു സ്വഭാവമുണ്ടെങ്കിൽ ആ സ്വഭാവം നിർത്തണം. നിങ്ങൾ ഇന്ന് പോയിട്ട് വീരപ്പനാവണം എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. കുട്ടിയുടെ അവസ്ഥയും സ്വഭാവവും മനസ്സിലാക്കിയിട്ട് ആ കുട്ടിയോട് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ അധ്യാപകന്മാരുണ്ട്. ഇവിടുത്തെ എല്ലാ സ്കൂളുകളിലും അത്യാവശ്യം സാമാന്യത്തിലധികം വിദ്യാഭ്യാസമുള്ള അധ്യാപകന്മാരുണ്ട്. അവരെ സഹായം തേടിക്കോളൂ നിങ്ങൾ ആ കാര്യത്തിൽ. പ്രായപൂർത്തിയായ ഒരു മകൻ, 12 ക്ലാസ് കഴിഞ്ഞൊരു മകൻ ഈ നാട്ടിലൊന്നായിട്ട് ഇങ്ങനെ മേഞ്ഞ് നടക്കരുത്. ആവശ്യങ്ങൾക്ക് പുറത്തു പോവാം, അത് കഴിഞ്ഞാൽ അവൻ വീട്ടിൽ വരണം. അവൻ ആരുടെ കൂട്ടത്തിലാണ് എത്തിപ്പെടുന്നത്, എവിടെയാണ് എത്തിപ്പെടുന്നത് എന്നതിനെപ്പറ്റി നമുക്ക് ബോധമുണ്ടാവണം. അവരൊക്കെ മുതിർന്ന കുട്ടികളല്ലേ, അവൻ മുതിർന്ന കുട്ടിയാ, പക്ഷെ അവൻ എൻ്റെ മകനാ. ആ ഒരു ബോധം സൂക്ഷിച്ചു വെക്കുക, അതിന് പറ്റും വിധത്തിൽ ചിന്തിക്കുക. സംഭവിച്ചു പോയ വീഴ്ചകൾ റബ്ബുൽ ആലമീനായ തമ്പുരാൻ മാപ്പാക്കി തെരുമാറാവട്ടെ. ധൈര്യസമേതം മുന്നോട്ട് പോവാൻ നിങ്ങളെ പിതാക്കൾ നിങ്ങളെ ശാസിക്കുമ്പോൾ, എനിക്ക് എൻ്റെ കുട്ടിക്കാലത്തൊരു കഥ പറയാലോ. ഞാൻ എന്താണെന്നറിയോ, പഠിക്കുന്ന സമയത്ത് മിക്കപ്പോഴും പരീക്ഷയുടെ സമയത്തൊക്കെയാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ, നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഈ സിന്ദാബാദും അന്ന് ബാൻഡും ഒക്കെ ഉണ്ടാവും, വലിയ മുദ്രാവാക്യം ഒക്കെ ഉണ്ടാവും നാട്ടിൽ. അപ്പം ഇതൊന്ന് കാണാൻ പോകാൻ എന്ത് പൂതിയാന്നറിയോ. ഉപ്പ വിടൂല, അമ്മ വിടില്ല. ഞാനൊക്കെ കോളേജ് ക്ലാസ്സിൽ എത്തിയിട്ടാണ് മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷം അങ്ങാടി നിൽക്കാൻ അനുവാദം കിട്ടിയത്. കോളേജ് ക്ലാസ്സിലെ പ്രിലിമിനറി പരീക്ഷയും കൂടി കഴിഞ്ഞ് ഏതാണ്ട് ഡിഗ്രിയുടെ 3ാമത്തെ വർഷം തീർന്നതിന് ശേഷമാണ്, പിന്നെ ഡിഗ്രിയുടെ 2nd ഇയറും കൂടി കഴിഞ്ഞതിന് ശേഷമുള്ള സമയത്താണ് ഇനി ഏഷ നിസ്കരിച്ചിട്ട് വീട്ടിൽ നിന്ന് അങ്ങാടിയിൽ നിന്ന് അതുവരെ വേണമെങ്കിൽ നിന്നോ, അതും പൊതുപ്രവർത്തനങ്ങൾ, ദീനി പ്രവർത്തനങ്ങൾ ഭാഗമായിട്ട് നിന്നോ എന്ന് ഉപ്പാൻ്റെ അനുമതി കിട്ടുന്നത്. അന്നൊക്കെ ശരിക്കും ഒറ്റക്കിരുന്ന് ദേഷ്യം തോന്നിയിരുന്നു, എന്താണ് ഈ ചെയ്യണത്. കഥയുറച്ചവൻ മനസ്സിലായി, നല്ലവനായ ഉപ്പ, മകന്റെ ഭാവിയെക്കുറിച്ച് ബോധമുള്ള ഉപ്പ, മകൻ തെറ്റായ വഴികളിലേക്ക് നീക്കപ്പെടാതിരിക്കാൻ കാണിച്ചൊരു കാവലും രക്ഷയുമായിരുന്നു. അതോർക്കുന്ന ഓരോ നിമിഷവും പ്രാർത്ഥിച്ചിട്ട് പൂതി തീരുന്നില്ല പിതാവിന് വേണ്ടി, ഉമ്മാക്ക് വേണ്ടിയിട്ട്. അതാ ഞാൻ പറഞ്ഞത്, നിയന്ത്രണങ്ങൾ നിങ്ങൾക്ക് വിഷമമായി തോന്നിയേക്കാം കുട്ടികളെ, പക്ഷെ ഈ ഉപ്പയില്ലേ, നിങ്ങളെ ഇത്രയധികം സ്നേഹിക്കുന്ന ഒരു കേന്ദ്രം നിങ്ങൾക്ക് ലോകത്തൊരിടത്തും തിരഞ്ഞാലും കിട്ടില്ല. നിങ്ങളെ ഉമ്മയില്ലേ, നിങ്ങളോട് ഒരു പക്ഷേ ദേഷ്യം ഭാവിച്ചേക്കാം പുറമേക്ക്, പക്ഷെ അവരോളം നിങ്ങളെ സ്നേഹിക്കുന്ന ഒരുത്തനും ഒരാളും നിങ്ങൾക്ക് ഈ ദുനിയാവിൽ തിരഞ്ഞാൽ കിട്ടില്ല. ദുനിയാവിൽ നിങ്ങൾക്ക് ഇന്നത് മനസ്സിലാവില്ലെങ്കിൽ, ഞാനൊക്കെ മരിച്ചൊരു കാലത്ത് നിങ്ങൾ പ്രായപൂർത്തിയുള്ളവരായി മാറും, മുതിർന്നവരായി മാറും. ഓർമ്മിച്ചോളൂ ഈ വാക്കുകൾ, ഉറപ്പിച്ചോളൂ ഈ വാക്കുകൾ, നിങ്ങൾക്ക് ബോധ്യം വരും. ഇപ്പൊ നിങ്ങൾക്ക് തോന്നും, എന്താ ഈ ഉപ്പ ഇതിന് സമ്മതിക്കാത്തത്, എന്താ ഈ ഉമ്മ ഇതിന് സമ്മതിക്കാത്തത്. സമ്മതിക്കാതിരിക്കുന്നത് നമ്മുടെ ഗുണത്തിനാ. പോകണ്ട എന്ന് അവർ പറഞ്ഞാൽ ഞാൻ പോകുന്നില്ല, നീ അത് ചെയ്തോളൂ, ഞാൻ ചെയ്തേക്കാം,
ആ ഒരു വികാരത്തിൽ സ്നേഹത്തിന്റെ ഈ കുട്ടികളെ നാം മറ്റാർക്കും വിട്ടുകൊടുക്കില്ല. എന്റെ സ്വത്താണ്, എന്റെ അമാനത്താണ്, എന്നെ ഏൽപ്പിച്ച മുതലാണിത്. അവനും എനിക്കും പടച്ച തമ്പുരാൻ നിർദ്ദേശിച്ച വിധത്തിൽ പാരത്രികമായ ജീവിതത്തിലും വിജയം നേടുന്നവനായി വളർത്തും എന്ന തീരുമാനം, ആ തീരുമാനമാണ് ഞാൻ നിസ്സംഗത ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്പം വാക്ക് ഞാൻ ഈ കുട്ടികളോടൊന്ന് പറഞ്ഞോട്ടെ. മക്കളെ, നിങ്ങളോട് എനിക്കൊന്ന് രണ്ട് കാര്യം പറയാം. നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ? അതോ ഇത് നിർത്തിയാൽ പോകാന്നുള്ളൊരു ഹാലിലാണോ? അല്ലല്ലോ, അത് ഉള്ളിലുണ്ടെങ്കിലും അങ്ങനെ പറയണ്ടല്ലേ. ഓക്കെ, പറയാനുള്ള കാര്യം ഇതാണ്. ഒന്ന്, നാം ജീവിക്കുന്ന ഈ കാലഘട്ടമില്ല മക്കളെ, ഇന്നത്തെ ഈ 2007 കാലഘട്ടം മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ ഒരു സമാധാനത്തിൻ്റെയോ സുഖത്തിൻ്റെയോ ഒരു പ്രതാപത്തിൻ്റെയോ കാലഘട്ടമൊന്നുമല്ല. നിങ്ങൾ ഒരുപാട് കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്നവരല്ല. ലോകത്തിന് മൊത്തത്തിലെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മുസ്ലിങ്ങൾക്ക് പണമുണ്ട്, രാജ്യങ്ങളുണ്ട്, ഭരണകൂടങ്ങളുണ്ട്, പല സംവിധാനങ്ങളുമുണ്ട്. ഒക്കെ ആണെങ്കിലും മൊത്തത്തിലെ ഇമേജ് ഒരുതരം ഭീരുത്വത്തിൻ്റെ, ഭയത്തിൻ്റെ, ഒരു ആണത്തമില്ലായ്മയുടെ. അതൊക്കെ ഈ നാട്ടിൽ നിന്ന് ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ പരിധി ഞാൻ വിടുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയാത്തത്. ബാക്കി ഞാൻ പറഞ്ഞതായിട്ട് നിങ്ങൾ കൂട്ടിക്കോളൂ, എത്ര പേർക്ക് പറയാൻ പറ്റുള്ളൂ. മനസ്സിലായല്ലോ? എന്ന് വെച്ചാൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള വാക്കെന്താണെന്നറിയോ? ഈ അവസ്ഥ കണ്ട് നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ട് ഇതാണ് ഇസ്ലാം, ഇതാണ് മുസ്ലിം സമുദായം എന്ന് ദയവ് ചെയ്ത് തെറ്റിദ്ധരിക്കാതിരിക്കുക. ഇതല്ല ഇസ്ലാം, ഇതല്ല മുസ്ലിം സമുദായം, ഇങ്ങനെ ആയിരുന്നില്ല മുസ്ലിം സമുദായം എന്ന് നിങ്ങൾ തിരിച്ചറിയാം. 1428 ഹിജ്റ വർഷത്തിലൂടെ കടന്നു പോവുകയാണ് നാം. 1400 ചില്ലാനം വർഷം മുസ്ലിങ്ങൾ ഈ ദുനിയാവിൽ, ഈ ഭൂമിയിൽ പ്രവർത്തിക്കാനും ജീവിക്കാനും തുടങ്ങിയിട്ടായി കഴിഞ്ഞു. ഈ 1400 വർഷങ്ങൾക്കിടയിൽ ഒരു ഗ്രാഫ് വരച്ചാൽ മുസ്ലിങ്ങൾക്ക് യശസ്സിന്റെ കാലഘട്ടമാണ് കൂടുതൽ, ഉയർച്ചയുടെ കാലഘട്ടം. ഉയർച്ച എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഇന്ന് ഒരു നാടില്ലേ, ആ നാടിനെ പറ്റി ഇത്തരം സ്ഥലങ്ങളിൽ പറയാൻ പറ്റില്ലാത്തത് കൊണ്ട് ഞാൻ പറയാത്തത്. ആ നാട് ഏതാന്ന് ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് വിളിച്ചു പറയണ്ട, അത് തന്നെ. ആ നാടും ആ നാട്ടിന്റെ കൂട്ടാളികളും ഒക്കെ ചെയ്തു കൂട്ടുന്ന ഒരു നിയന്ത്രണമില്ലേ ലോകത്തിന്റെ? അത് തിന്മയുടെ നിയന്ത്രണമാണെങ്കിൽ മാന്യതയുടെയും നീതിയുടെയും സ്നേഹത്തിന്റെയും പേരിൽ ലോകം നിയന്ത്രിച്ചവരാണ് നൂറുകണക്കിന് വർഷം മുസ്ലിങ്ങൾ. 8 നൂറ്റാണ്ട് ഇന്ത്യ ഭരിച്ചു. 13 നൂറ്റാണ്ട് കാലം ഈ ലോകത്തിന്റെ ഭാഗതയും തീരുമാനിച്ചത് മുസ്ലിം സമുദായമാണ്. ലോകത്തെ ഒരു മതവിഭാഗത്തെയും നശിപ്പിച്ചു തീർത്തില്ല. 8 നൂറ്റാണ്ട് ഇന്ത്യ ഭരിച്ച ഇന്ത്യയിൽ സിഖുകാരനും ഹിന്ദുവും ക്ഷത്രിയനും നായരും ബ്രാഹ്മണനും മുഴുവൻ ജീവിച്ചു. കൊന്നു തീർത്തില്ല, നശിപ്പിച്ചു തീർത്തില്ല. ഇന്ത്യ ഭരിച്ച മുഗളന്മാരും ഇന്ത്യ ഭരിച്ച മുസ്ലിം ഭരണാധികാരികളും ഇന്ത്യയിൽ ഹിന്ദു ദേവാലയങ്ങൾ നശിപ്പിക്കാൻ തീരുമാനിച്ചാൽ 800 വർഷം എന്തിനാ ഇന്ത്യയിൽ അമ്പലങ്ങൾ നശിപ്പിച്ചു തീർക്കാൻ, ഇന്ത്യയിൽ ആരാധന സ്ഥലങ്ങൾ നശിപ്പിച്ചു തീർക്കാൻ? ഒരൊറ്റ സിഖുകാരനെ കൊന്നില്ല, ഒരു ഹിന്ദുവിനെ കൊന്നില്ല, ഒരു ആരാധന സ്ഥാപനം പോലും നശിപ്പിച്ചിട്ടില്ല. ചരിത്ര വസ്തുതയാണത്.